എന്നാൽ ഓൾറെഡി നമ്മൾ ഇത്രയും കാത്തിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഈ വർഷത്തെ അഡ്മിഷൻ ഇല്ലാണ്ടായിപ്പോയി. നമ്മൾ ചിലപ്പോൾ ഓരോന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തും. ഇത് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മളെക്കാളും പിന്നിലായിരുന്ന കുട്ടികൾ വൈറ്റ് കോട്ട് സ്റ്റെപ്പ് തൊട്ട് നിൽക്കുന്നതും കൂടെ കാണും. ഇതും കൂടെ ആകുമ്പോൾ ആകെ ടെൻഷൻ കയറും. പിന്നെ നാട്ടിലൊന്ന് ഇറങ്ങി നടക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ളവരും മറ്റവരും മറിച്ചവരും നമ്മുടെ കുടുംബത്തിലുള്ളവരും ചോദിക്കാൻ തുടങ്ങും, അല്ല ഈ ഇവിടെ കയറിയില്ലേ, എനിക്കൊന്നും കിട്ടിയിട്ടില്ലേ? ഈ ചോദ്യം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ഇനിയും നമ്മൾ ആലോചിച്ചിരിക്കാതെ നമ്മൾ അടുത്തൊരു വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയേ പറ്റും. ഈ 5.5 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ 5.5 മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ കുറേയുണ്ട്. അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്താൽ നമുക്ക് അടുത്ത വർഷമെങ്കിലും ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജിൽ നല്ല രീതിയിൽ ഒരു MBBS നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആ MBBS എന്ന സ്വപ്നം വല്ലാതെ ഇരിക്കുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വീണ്ടും 5 ദിവസമോ 10 ദിവസമോ കാത്തിരിക്കാൻ സമയമില്ല. ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. മക്കളെ, നമ്മുടെ അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി സ്ട്രേ വേക്കൻസി മാത്രം ബാക്കി. സ്ട്രേ വേക്കൻസിയിൽ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിലും കൂടെ അഡ്മിഷൻസ് കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മുടെ 3 റൗണ്ടുകൾ കംപ്ലീറ്റ് ആയി. ഇനി സ്ട്രേ കൂടെ ബാക്കി. ആ സ്ട്രേയിൽ അഡ്മിഷൻ കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലരും ഈ 2025 നീറ്റ് കഴിഞ്ഞ് അഡ്മിഷൻ പ്രതീക്ഷിച്ചിരുന്ന കുട്ടികളായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇനിയും നമ്മൾ ആലോചിച്ചിരിക്കാതെ നമ്മൾ അടുത്തൊരു വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയേ പറ്റും. ഇനി 5.5 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ 5.5 മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ കുറേയുണ്ട്. അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്താൽ നമുക്ക് അടുത്ത വർഷമെങ്കിലും ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജിൽ നല്ല രീതിയിൽ ഒരു MBBS നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങൾ പലരും മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളല്ല, ബോർഡർ ലൈനിൽ നിന്നിട്ട് അവസാന മൊമെൻ്റ് വരെ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. പലരും MBBS പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്, BDS പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്. നമുക്ക് മറ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ട സമയം ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ശരി, ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആ MBBS എന്ന സ്വപ്നം വല്ലാതെ ഇരിക്കുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വീണ്ടും 5 ദിവസമോ 10 ദിവസമോ കാത്തിരിക്കാൻ സമയമില്ല. ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും JPSലേക്ക് വരാം. ഇവിടെ എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വരുന്ന 17-ാം തീയതി മുതൽ എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വന്നിട്ട് എക്സാം എഴുതാം. ഇനി അതല്ല, നിങ്ങൾക്ക് എക്സാം എഴുതണം എന്നാണെങ്കിൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് എഴുതാം. അതിന് വേണ്ടിയിട്ടൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ തരുന്നുണ്ട്. മക്കൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതിലൂടെ തരും. ഓക്കെ, അപ്പോൾ ആരെങ്കിലും അങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് ആ ഒരു ഹോസ്റ്റൽ എൻവയോൺമെൻറ്റിൽ ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സീരീസ് എക്സാംസിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിൽ നേരത്തെ കേരളത്തിലെ ഏതൊരു സ്ഥാപനത്തിനേക്കാളും മുന്നേ തന്നെ എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുന്നിലെത്തിയത് JPC തന്നെയായിരുന്നു. അതായത് നവംബർ 5-ാം തീയതി കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയെങ്കിൽ ഈ വർഷം നവംബർ 17-ാം തീയതി മുതൽ നമ്മുടെ ഫസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജനുവരി 20-ാം തീയതിക്ക് ആവുമ്പോഴേക്ക് അടുത്തൊരു സീരീസും കൂടെ. അത് കഴിഞ്ഞ് മാർച്ച് അവസാനം ആവുമ്പോഴേക്ക് വീണ്ടും മോഡൽ എക്സാംസ്, നമ്മുടെ മോക്ക് എക്സാംസുമായിട്ട് JPSയുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഈ എക്സാംസൊക്കെ ഏറ്റവും നന്നായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അത്രമാത്രം ക്വസ്റ്റ്യൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ എക്സാം എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ദിവസം എക്സാം ഇല്ല. 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്ററാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ മൊഡ്യൂൾസും പോകുന്നത്. അങ്ങനെ വന്നിട്ട് ടോട്ടലി ജനുവരി 12-ാം തീയതി ആകുമ്പോൾ 14-ാം തീയതി ആകുമ്പോഴാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള മൊഡ്യൂൾസ് തീരാൻ പോകുന്നത്. ടോട്ടലി നമുക്ക് വന്നിട്ട് ജനുവരി 14 ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. ടോട്ടലി 22 മൊഡ്യൂൾ 22 മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മുടെ ഈ എക്സാംസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 17-ാം തീയതി ഒരു എക്സാം, അതിൽ 3 ചാപ്റ്ററുകൾ ഞാൻ എക്സാമ്പിൾ പറയാം. 17-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് റേ ഓപ്റ്റിക്സ്, കെമിക്കൽ ബോണ്ടിങ്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. അത് കഴിഞ്ഞ് 18-ാം തീയതി ഇല്ല. 19-ാം തീയതി യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി. അങ്ങനെ പിന്നെ 20-ാം തീയതി ഉണ്ടാവില്ല. 21-ാം തീയതി അടുത്ത എക്സാം. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ 1+2+3 കമ്പൈൻഡ് എക്സാമായി. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ എക്സാം എഴുതാൻ പറ്റുന്നില്ല, ഈ കമ്പൈൻഡ് എക്സാമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 6 ദിവസത്തിൽ നമുക്കെല്ലാം കൂടെ വന്നിട്ട് ഒരു 9-10ഓളം ചാപ്റ്ററുകളുടെ ഒരു കമ്പൈൻഡ് എക്സാം ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ മൊഡ്യൂൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവസാനം
ജനുവരി 14 നമ്മുടെ പോർഷൻസ് മുഴുവൻ തീരും. ഞാൻ നിങ്ങളോട് നേരത്തെ പറയാം മക്കളെ, നമ്മൾ ഇനിയും മുന്നോട്ടേക്ക് ചിന്തിക്കാതെ, നിങ്ങളുടെയൊക്കെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ ആരും ഒന്നും അറിയാത്ത കുട്ടികളല്ല. നിങ്ങൾ ഇത്രയും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ആ സ്കോർ എത്തിയേക്കുന്നത്. അപ്പം ഇനിയും നമ്മൾ ആലോചിച്ച് നിൽക്കാനില്ല. നമുക്ക് ഈ ഒരു എക്സാം സീരീസിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നീറ്റ് ക്രാക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ JPSയിലേക്ക് വാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതേ സീരീസ് എക്സാമൊക്കെ എഴുതിയ കുട്ടികൾ തന്നെയാണ് JPSയിൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ 4 പേരും JPSയിൽ നിന്ന് വന്നത്. അതും 200 കുട്ടികളിൽ നിന്നാണ് JPSയിൽ 4 കുട്ടികൾ വന്നേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, വെറും 200 കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ആദ്യത്തെ 100ൽ 4 പേർക്ക് എത്താൻ പറ്റി. ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ ഒരു കുട്ടീനെ എത്തിക്കാൻ JPSന് സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിൽ എത്രത്തോളം സ്ഥാപനങ്ങളുണ്ട്, കുറേ കോച്ചിങ് സെൻറ്ററുകളുണ്ട്. അത്രയും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പലരും പല ക്രൈറ്റീരിയാസും വെച്ചിട്ട് കുട്ടികളെ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമുക്ക് ക്രൈറ്റീരിയ ഇല്ല, ഒന്നുമില്ല. ഈ കോഴിക്കോടും അല്ല, കൊയിലാണ്ടിയിൽ ചെറിയൊരു സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത്. ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ട്രസ്റ്റ് ചെയ്ത് വന്നേക്കുന്ന 200ഓളം കുട്ടികൾ. ആ 200ഓളം കുട്ടികളിൽ നിന്നാണ് നമ്മൾ ഈ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയത്. കേരളത്തിൽ ആകെ 3 സ്ഥാപനങ്ങൾ മാത്രമേ 10നുള്ളിൽ റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിലൊരു സ്ഥാപനം എന്ന് പറയുന്നത് വലിയ സ്ഥാപനമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിച്ച് കിടക്കുന്ന സ്ഥാപനം, എത്രയോ 10,000-കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. രണ്ടാമത് ഒരു റാങ്ക് വന്നിരിക്കുന്നതും 1000-കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന്. അപ്പോഴാണ് വളരെ കുറഞ്ഞ നമ്പർ കുട്ടികൾ മാത്രം, അതും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളല്ല, എല്ലാ രീതിയിലുള്ള മക്കളും പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ JPS. അവിടെ നിന്ന് അത് എത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ ഈ എക്സാം സീരീസിൻ്റെ ഒക്കെ ഗുണം കൊണ്ട് തന്നെയാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ശരി, നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ട്, ഇനി നീറ്റിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് എഴുതുന്നുണ്ടെന്നാണ് അവർക്കാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കണം. ഇതിൽ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഫൈനൽ നീറ്റ് എക്സാമിലും കാണാൻ പറ്റും. അപ്പം ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഒരു എക്സാം സീരീസ് തുടങ്ങാൻ പോവാണ്. ലോകം എന്നാണ് നമ്മുടെ സീരീസിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഇനി അടുത്തൊരു സീരീസ്, അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് മോഡൽ എക്സാംസ്. ആ മോഡൽ എക്സാംസും കൂടെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫൈനൽ നീറ്റിലേക്ക് പോകുന്നത്. ഇനിയും ആലോചിച്ച് നിൽക്കണ്ട. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ നിങ്ങളോട് എടുത്തു പറയാണ്. വീട്ടിലിരുന്ന് ഞാൻ നോക്കുക, കുറേ ഓൺലൈൻ ക്ലാസ് കാണട്ടെ, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വീട്ടിലിരുന്ന് നമ്മൾ ചിലപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഇത്രയും കാത്തിരുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് ഈ വർഷത്തെ അഡ്മിഷൻ ഇല്ലാണ്ടായിപ്പോയി. നമ്മൾ ചിലപ്പോൾ ഓരോന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തും. ഇത് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മളെക്കാളും പിന്നിലായിരുന്ന കുട്ടികൾ വൈറ്റ് കോട്ട് സ്റ്റെപ്പ് തൊട്ട് നിൽക്കുന്നതും കൂടെ കാണും. ഇതും കൂടെ ആകുമ്പോൾ ആകെ ടെൻഷൻ കയറും. പിന്നെ നാട്ടിലൊന്ന് ഇറങ്ങി നടക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ളവരും മറ്റോരും മറിച്ചോരും നമ്മുടെ കുടുംബത്തിലുള്ളവർ ചോദിക്കാൻ തുടങ്ങും, അല്ല ഈ ഇവിടെ കയറിയില്ലേ, എനിക്കൊന്നും കിട്ടിയിട്ടില്ലേ? ഈ ചോദ്യം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നാണെങ്കിൽ ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് പഠിക്കാം, നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം, JPSയിലേക്ക് വരാം, നല്ല കുട്ടികളായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം, ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കെയർ തന്നുകൊണ്ട്, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, ഫാക്കൽറ്റീസ് ഓരോരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് JPSൻ്റേത്. അപ്പം മക്കൾ എന്തായാലും ശരി, ഇനിയും നമുക്ക് ആലോചിച്ച് നിൽക്കാനില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിലേക്ക് മക്കൾക്ക് വിളിക്കുക. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാർട്ടായിട്ട് മാറുക. ഇനി അതല്ലാന്നാണെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ പാർട്ടായിട്ട് മാറുക. ഓക്കെ മക്കളെ, ഇനി ആലോചിച്ച് നിൽക്കല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.